വീഡിയോസും അങ്ങനെയൊന്നും ചെയ്യാറില്ലല്ലോ. ആരെങ്കിലും ഫോണിൽ വിളിക്കും, നേരിൽ കാണുമെന്നല്ലാതെ വീഡിയോസൊന്നും ഇപ്പോൾ കുറേ നേരത്തെയും ചെയ്യാറില്ല. വേറെ ഒന്നുമല്ല, ക്ലാസ്സുകളൊന്നും എടുക്കാറില്ല അങ്ങനെ. അതിലൊന്നും അങ്ങനെ ഒരു താല്പര്യമൊന്നും ഇല്ലായിരുന്നല്ലോ. നമ്മളുടെ അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെൻറ്റ്, സെയില്, മാർക്കറ്റിംഗ്, ഇങ്ങനെ ഒരു പ്രൊഫഷനിൽ ഇങ്ങനെ നിൽക്കുമായിരുന്നു. നേരത്തെ തൊട്ടിട്ട് അങ്ങനെയായിരുന്നു. 10-20 വർഷമായിട്ട് സെയിൽസ് ആൻഡ് മാർക്കറ്റിങ്ങിലായിരുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഈ പെർഫെക്ഷനിസം കയ്യിലുള്ളത് കൊണ്ട് കുറച്ച് നാളൊക്കെ അതിൽ നിന്ന് ബോധപൂർവം വിട്ടു നിൽക്കാമെന്ന് കരുതിയിട്ട് പിന്നെ അതിലേക്കൊന്നും കാര്യമായിട്ടുള്ള ഒരു ഇതിലേക്ക് പോവാത്തത്. ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാനൊരു പ്രോജക്റ്റ് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് വെച്ചാലേ, ഒരു റിട്ടയർഡ് ആയ ആളുകളുടെ ഒരു കൂട്ടായ്മയാണ്. അതിങ്ങനെ ആലോചിക്കാൻ കാരണം എന്താണെന്ന് വിചാരിച്ചാലേ, നമ്മളുടെ വീടുകളിലൊക്കെ ഒരുപാട് എഫിഷ്യൻ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു അല്ലേ? നമ്മളുടെ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ സഹോദരൻ, സഹോദരിമാർ, അവരൊക്കെ അവരുടെ ജീവിതത്തിൽ ചില ആളുകൾ വർക്കഹോളിക് ആയിരുന്നു, ചില ആളുകൾ എഫിഷ്യൻ്റ് ആയിരുന്നു, പക്ഷേ ചില എൻഡാങ്കിൾമെൻ്റ്, അറ്റാച്ച്മെൻറ്റുകളിലൊക്കെ പെട്ടിട്ട് തളയ്ക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ പോലും ഇവർക്കൊക്കെ ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. ഈ കഴിവുകളൊക്കെ റിട്ടയർഡ് ചെയ്തതിന് ശേഷം മിക്കവാറും ആളുകളൊക്കെ ഒന്നെങ്കിൽ മക്കളുടെ കുട്ടികളെ നോക്കിയിരിക്കുക, അതല്ലെങ്കിൽ ഏതെങ്കിലും അമ്പലപ്പറമ്പിലെ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിലെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ആരാധനാലയങ്ങളുടെയൊക്കെ തലപ്പത്ത് എന്തെങ്കിലും ഒരു കമ്മിറ്റി മെമ്പറായിട്ടോ പ്രസിഡൻ്റായിട്ടോ ഒക്കെ ഇരുന്നിങ്ങനെ അവരുടെ ജീവിതം, ശിഷ്ടകാലം ഇങ്ങനെ കളയാണ്. പക്ഷേ നമ്മൾ ഫോറിൻ രാജ്യങ്ങളിലേക്കൊക്കെ നോക്കിയാൽ നമ്മൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച എന്താണെന്ന് വെച്ചാൽ, അവിടെ അവരുടെ ജീവിതം, ലൈഫ് തുടങ്ങുന്നത് തന്നെ 50 വയസ്സിന് 55 വയസ്സിനൊക്കെ ശേഷമാണ് കേട്ടോ. അല്ലാതെ നമ്മുടെ ഇതല്ല. നമ്മളിവിടെ റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയെങ്കിലും കുഴിയിലേക്ക് കാലം നീട്ടിയടിക്കുന്ന ആളുകളാണ് കൂടുതൽ. പക്ഷെ നമ്മളൊന്നുകൂടെ ചിന്തിക്കണ്ടേ, നമ്മൾക്ക് ഇനിയും ഈ റിട്ടയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു ബാല്യമുണ്ടല്ലേ. നമ്മളുടെ കുറേ എൻഡാങ്കിൾമെൻറ്റ്, അറ്റാച്ച്മെൻറ്റുകൾ ഒക്കെ നമ്മൾക്ക് കുറഞ്ഞിട്ടുണ്ടാവും. നമ്മളുടെ കുറേ കാര്യങ്ങൾക്ക് ക്ലാരിറ്റിയൊക്കെ വരും കേട്ടോ നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ ഒരു കൂട്ടായ്മ ഇപ്പോൾ ഇങ്ങനെ ഞാൻ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പ്രോജക്റ്റ് വർക്കൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്, നന്നായിട്ട് വരുന്നുണ്ട് കാര്യങ്ങൾ. റിട്ടയർഡ് യങ്സ് എന്നാണ് അതിൻ്റെ പേര്. റിട്ടയർഡ് യങ്സ്, അതായത് പുതിയൊരു യൂത്ത്. അപ്പം അതിൽ നമ്മളുടെ ഒരുപാട് ആക്ടിവിറ്റി നമ്മളുടെ കയ്യിലുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്തു തീർക്കാനുള്ള ആക്ടിവിറ്റി ഉണ്ട്. ഈ രാഷ്ട്ര പുരോഗതിക്കും നാടിനും വേണ്ടിയിട്ടും നാട്ടുകാർക്ക് വേണ്ടിയിട്ടും വിദ്യാഭ്യാസ സംബന്ധമായിട്ടും ആത്മീയ സംബന്ധമായിട്ടും നമ്മൾക്ക് കൂടെ ചേർന്ന് നിൽക്കാനും ആളുകളെ കൂട്ടിപ്പിടിക്കാനും ഒക്കെയുള്ള ഒരുപാട് സംഗതികളുണ്ട് അതിൽ. അപ്പോൾ ഞാൻ വഴിയെ പറയാം. അപ്പോൾ അത് ഞാനൊന്ന് സൂചിപ്പിച്ചു എന്നേ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ എന്നോടും ചേർന്ന് പറയണം. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ യാദൃശ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ ഉള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇൻട്രാക്ഷൻസ് ഉണ്ടെങ്കിൽ എന്നോടും ചേർന്ന് പറയണം. അപ്പോൾ ഞാനിത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാം. ആർക്കെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ, ആരെങ്കിലുമൊക്കെ യാദൃശ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക്. നമ്മൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ കൂടാം, നമുക്ക് ഒരുമിച്ച് പോകാമല്ലോ.